ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല അടിപൊളി ശുദ്ധമായ നെയ്യ് നമുക്ക് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ മിക്കവരും പാല് വാങ്ങിക്കുന്നവരാണല്ലേ. അപ്പോൾ പാല് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് പാലിൻ്റെ പാടയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നെയ്യ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് നെയ്യ് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും വെണ്ണയൊക്കെ കടഞ്ഞെടുത്ത് അല്ലേ, തൈരൊക്കെ നന്നായിട്ട് കടഞ്ഞ് വെണ്ണയാക്കി എടുത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുക. പലരും പല രീതിയിലാണ് നെയ്യ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ശുദ്ധമായ നെയ്യ് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പാലെടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല പശുവും പാൽ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ ഫാറ്റ് കണ്ടൻറ്റുള്ള കൂടുതലായിട്ടുള്ള പാലെടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് തന്നെ അതിൽ പാൽപ്പാട കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ പാക്കറ്റ് പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ പ്രാവശ്യം ചൂടാക്കി ഒന്ന് കഴിയുമ്പോഴാണ് ചെറുതായിട്ടൊരു പാട കിട്ടുള്ളൂ. ഇതുപോലെ പശുവും പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെണ്ണയും അതുപോലെ നെയ്യൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതാ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ തിളച്ച് വരുന്നുണ്ട് കേട്ടോ, നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അതിൽ നന്നായിട്ട് പാട കെട്ടാനും നമുക്കത് ഈസി ആയിട്ട് നല്ല കട്ടിക്ക് നമുക്ക് പാട എടുക്കാനും പറ്റും. അപ്പോൾ ഞാനിതാ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കുറേ നേരം തിളച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് എടുത്താൽ മതി. അപ്പോൾ തലേ ദിവസമൊക്കെ നമ്മൾ ഇതുപോലെ പാല് ഇതുപോലെ കാച്ചി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെയൊക്കെ നമുക്ക് നന്നായിട്ടൊരു മഞ്ഞ കളറിൽ അല്ലേ, നല്ല യെല്ലോ കളറിൽ നമുക്ക് പാട കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 3-4 മണിക്കൂറായിട്ടുള്ളൂ കേട്ടോ. പാട ഇത്ര ഇതിൻ്റെ ആ ഒരു പാടയുണ്ട് അതുപോലെ കെട്ടിയിട്ട് ഇതുപോലെ കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെടുക്കാം കേട്ടോ. ഇത് നമുക്ക് എടുത്തിട്ട് ഒരു ചെറിയ ഒരു കണ്ടെയ്നറിലാക്കി വെക്കാം. അതുകൊണ്ടോ ഇതുപോലെ നമുക്ക് എടുത്തിട്ട് കണ്ടെയ്നറിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും നമുക്കിതുപോലെ ചെയ്താൽ മതി. ഞാനിപ്പോൾ 1 മാസമൊക്കെ ആകുമ്പോൾ ഇതുപോലെ എടുത്ത് നെയ്യ് ഉണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ ഞാനിതാ 1 മാസം ഇതുപോലെ എടുത്ത് ഒരു കണ്ടെയ്നറിലാക്കി വെച്ചതാണ്. ഞാൻ ഫ്രീസറിലാണ് വെക്കുക കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ വെച്ച് നമ്മൾ 1 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെയ്യ് ഉണ്ടാക്കാൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴാണോ നെയ്യ് ഉണ്ടാക്കാൻ എടുക്കുന്നത് ആ ഒരു സമയത്ത് നമുക്കെടുത്ത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് താഴെ വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ നമുക്കെടുത്ത് താഴെ വെക്കണം. അപ്പോൾ ഞാനൊരു 3-4 മണിക്കൂറൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്ത് താഴെ വെച്ചതാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് കാലത്തോ ഇപ്പോൾ ചിലവർ പറയാറുണ്ട് നെയ്യൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് രാവിലെ ഉണ്ടാക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് അതൊന്ന് വെണ്ണയൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഒരു ഉച്ച സമയത്താണ് കേട്ടോ. ഒരു 12-1 മണിയൊക്കെ ആകുന്ന സമയത്താണ് ഞാനിത് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എപ്പോഴാണോ ഒഴിവ് സമയം ആ സമയത്തൊക്കെ നമുക്ക് ചെയ്യാം. ആ സമയത്ത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നല്ല ഐസ് വാട്ടർ ആയിട്ട് കണ്ടോ അടിച്ചെടുക്കുന്ന സമയത്ത് കണ്ടോ ആ വെണ്ണ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു തൈരുണ്ടല്ലോ അത് നമുക്ക് അടിയിലായിട്ട് വെള്ളം പോലെ നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. ആ ഒരു വെണ്ണ നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ വെണ്ണ എടുക്കുന്നതും അതുപോലെ ഐസ് ക്യൂബ് കുറച്ച് വെള്ളത്തിൽ ഐസ് ക്യൂബ് ഞാനൊരു വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു വെണ്ണ എടുത്തിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അത് ഉറച്ച് നിൽക്കും കേട്ടോ. നല്ല അത് വിട്ട് പോകാതെ നന്നായിട്ട് ഉറച്ച് തന്നെ നിൽക്കും. അപ്പോൾ തണുത്ത വെള്ളത്തിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതാണ്ടോ നമ്മുടെ വെണ്ണ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇത് നമുക്കിതുപോലെ ഒന്ന് കയ്യിലൊന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിലിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ എത്രയാണ് ഇതെന്ന്. ആ ഒരു ഫാറ്റ് കൂടിയ പാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വെണ്ണ കിട്ടും. വളരെ ഈസി ആയിട്ട് നമുക്ക് നെയ്യ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരു പെനക്കേടും ഇല്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടെ മിക്സിയിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതും കൂടെ ഞാൻ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 മാസത്തേക്കുള്ള നെയ്യ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം പാല് വാങ്ങിക്കുന്ന കാശുണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു നെയ്യിലൂടെ കിട്ടും കേട്ടോ. നമുക്ക് യാതൊരു നഷ്ടവും ഉണ്ടാവില്ല. അതൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് പാല് കാച്ചുന്ന സമയത്ത് ഫാക്റ്റ് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാല് നമുക്കും കുടിക്കാനൊക്കെ പറ്റും. ചിലവർക്ക് ഫാക്റ്റുള്ള പാല് കുടിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ കാച്ചിയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യും ആവും, അതുപോലെ തന്നെ പാലിന് നമുക്ക് പാലും കുടിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 1-2 പ്രാവശ്യം ഈ ഒരു വെള്ളത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്കൊന്ന് കഴുകിയെടുക്കാം. കണ്ടോ ആ ഒരു വെണ്ണ നന്നായിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 പ്രാവശ്യം കഴുകി വെള്ളം മാറ്റിയിട്ടുണ്ട്. ഞാനിതാ 2ാമത്തെ പ്രാവശ്യം കൂടി ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ണ കണ്ടോ
അപ്പോൾ നമ്മൾ എത്ര കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ഒരു എന്താ പറയുക നല്ല ഒറിജിനൽ നമുക്ക് വെണ്ണ കിട്ടില്ല. അപ്പോൾ ഞാൻ ആ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെയാണ് ഉരുക്കിയെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ഒന്ന് നമുക്കിനി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതൊന്ന് ഉരുക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് നെയ്യായിട്ട് കിട്ടും. ഇത് നന്നായിട്ട് ഉരുക്കി ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരും കേട്ടോ. മുകളിലേക്ക് ഇതുപോലെ പതഞ്ഞ് വരും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാണ്ടോ നമ്മുടെ വെണ്ണ കണ്ടില്ലേ, നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇതൊന്ന് ഉരുക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് എവിടെയും നിൽക്കാൻ പറ്റാത്തൊരു നല്ലൊരു സ്മെല്ലായിരിക്കും. വീട് മുഴുവൻ ഈ ഒരു നെയ്യിൻ്റെ ഒരു സ്മെല്ലായിരിക്കും അല്ലേ. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നെയ്ക്കൊരു പ്രത്യേക സ്മെല്ലാണ്. ഇത് നമുക്ക് ഈ ഒരു വെണ്ണയുണ്ടല്ലോ, നമുക്ക് ബ്രെഡിലൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കഴിക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബട്ടറാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ബ്രെഡിലൊക്കെ ഇതുപോലെ ഒന്ന് തേച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ, ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട്. അപ്പോൾ ഈ ഒരു ഒറിജിനൽ ബട്ടർ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലെയൊന്നും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ഉണ്ടാവില്ല. അപ്പോൾ വീട്ടിൽ നമുക്ക് പാലൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല അടിപൊളിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ഒരു പേടിയില്ലാതെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. കണ്ടോ, അപ്പോൾ ഞാൻ ബ്രെഡിലൊന്ന് തേച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താണ് കേട്ടോ. നല്ല സ്മെല്ലാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിൽ ഇതുപോലെയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും അപ്പോൾ നമുക്ക് പേടിയില്ലാതെയൊക്കെ കൊടുക്കാം. ഇനി നമ്മൾ അടിച്ചെടുത്ത ബാക്കി ആ ഒരു മോരുണ്ടല്ലോ, അത് ഞാൻ പുളിക്കാനായിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പുളിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ കുടിക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നന്നായിട്ടൊന്ന് പുളിച്ച് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഞാനൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ട് പുളിച്ച് കിട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 4-5 മണിക്കൂർ ഒന്ന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടത് പുളിച്ച് വരും. അപ്പോൾ ഇതാ നമ്മുടെ നെയ്യിൻ്റെ ആ ഒരു പതയൊക്കെ ഒന്ന് അടങ്ങി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ നെയ്യ് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചിലവർ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതാണ്ടോ, ഇതുപോലെ ഒന്ന് പത പൊന്തി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് വെച്ചതിന് ശേഷം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിതാ കുറച്ച് ഇതിലേക്ക് മുരിങ്ങ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ വീട്ടിൽ അമ്മമാർ ചെയ്യുന്ന ഒരു ടിപ്പാണിത്. ഇതുപോലെ മുരിങ്ങ ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതൊന്ന് മുരിച്ചെടുക്കണം. ആ ഒരു സമയത്ത് നമ്മുടെ നെയ്യ് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് കേടുവരാതിരിക്കാനും പെട്ടെന്ന് തന്നെ ആ ഒരു പതയൊക്കെ അടങ്ങി നമ്മുടെ നെയ്യ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ എത്താനും സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുത്തത്. കണ്ടോ, അപ്പോൾ അതിൻ്റെ ആ പതയൊക്കെ ഒന്ന് അടങ്ങി നമ്മുടെ നെയ്യൊക്കെ നല്ലതുപോലെ നല്ല അടിപൊളിയായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നമുക്ക് ഒരു നമ്മൾ ഏതാണോ നമ്മൾ പാത്രം ഒഴിച്ച് വെക്കുന്നത് അതിലേക്ക് ഒന്ന് അരിപ്പീരിയൊക്കെ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ച് പോയി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ആദ്യം അരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഏത് കണ്ടെയ്നറിലാണോ നമ്മൾ നെയ്യ് ഒഴിച്ച് വെക്കുന്നത് ആ ഒരു പാത്രത്തിൽ, ഒരു കുപ്പിപ്പാത്രമാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. തീർച്ചയായും നിങ്ങൾ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ പാൽപ്പാടയിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇതുപോലെ നെയ്യൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, നല്ല സ്മെല്ലാണ്. ചിലർ കരുവേപ്പിലയൊക്കെ ഇടാറുണ്ട്, അതുപോലെ കുരുമുളക് ഒക്കെ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ. നെയ്യ് ഇതുപോലെ കേടുവരാതിരിക്കാനൊക്കെ. അപ്പോൾ നമ്മളിത് വീട്ടിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും അത് കേടുവരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതാ നമ്മുടെ മോര് ഇവിടെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ കുറച്ച് പുതിനയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് സംഭാരമായിട്ട് കുടിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാൽപ്പാടയിൽ നിന്നും ഇപ്പോൾ എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയല്ലേ, വെണ്ണ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, അതുപോലെ നമ്മൾ ഇതുപോലെ നെയ്യ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, സംഭാരം ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ നഷ്ടമൊന്നും വരാനില്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാൽപ്പാടിയിൽ നിന്നും നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ നെയ്യ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.